പ്രതീക്ഷിക്കാം ദീപാവലിക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇടാനുള്ളതെന്ന്. ആൽബം സോങ് പാടിയിടാ അനീഷേ. ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? 42 ആ. ഹായ് ജെയിംസ്, ഹായ് ജിത്തു. നൈറ്റിയിൽ സുന്ദരിയാണെന്ന് എ ബി. ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ പറഞ്ഞു, നൈറ്റിയിൽ സുന്ദരിയാണെന്ന്. താങ്ക് യു എ ബി. എല്ലാ അഭിപ്രായങ്ങളും വായിക്കുക. ഫോർ യു. എല്ലാ അഭിപ്രായങ്ങളും വായിക്കുക. എല്ലാ അഭിപ്രായങ്ങളും അത് എല്ലാവരുടെ ബാഡ് കമൻസ്, ചീത്ത വർത്താനങ്ങൾ, ചീത്ത വിളി, ഇങ്ങനത്തെ ഒന്നും അതെന്ന് പറഞ്ഞാൽ അവരയക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മൾ വായിച്ചിട്ട് അവരെ ചീത്ത വിളിക്കുക, അത് കേട്ട് സുഖിക്കുക. ചിലവരുടെ ഒരു പെരുമാറ്റം അങ്ങനെയാണ്. അത് കാരണം നമ്മൾ ബാഡായിട്ടുള്ള അഭിപ്രായങ്ങൾ, ബാഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വായിക്കത്തില്ല. തറ കമൻറ്റ് നമ്മൾ നോക്കത്തില്ല, വായിക്കത്തില്ല. വായിച്ചതിന് അവർക്ക് സുഖം കൊടുക്കുന്നത്, അതുകൊണ്ട് വായിക്കുന്നില്ല. ഹായ് ബച്ചി ബഷീർ. ഹായ് റംബൽ. സുഖമാണ്. ഹായ് സുഖമാണ്. ഹായ് ചേച്ചി. ഹായ് സാം. ഹായ് ബിൻ ഡീസൽ. ഹായ് ബച്ചി ബഷീർ. ഹായ് മുഹമ്മദ്. ഹായ് മനോജ്. ഹായ് മുഹമ്മദ്. ഇൻസ്റ്റയിൽ കണ്ട പോലെ ലൈവ് കാണാൻ സാധിക്കുമോ? രതീഷ്. ഹായ് അനിൽകുമാർ. ഹായ് മുഹമ്മദ്. ഹായ് സുഷ്മിത. ഹായ് സാം. താങ്ക് യു. ഹായ് കെ ജെ നായർ. ബിൽഡേഴ്സ് പോയിന്റ്. കമറുദ്ദീൻ. കെ ജെ നായർ. രതീഷ്. നിശാന്ത്. സതീശൻ. അനീഷ്. അനീഷിന് കേൾക്കാൻ വേണ്ടി ആൽബം സോങ് ഞാൻ പാടി കേട്ടോ. കവിതയാണോ പാടുന്നത്? കവിതയല്ല, ഒരു ആൽബം സോങ്ങാണ് പാടിയത്. കെ ജെ നായർ. ഹായ് സുധീഷ്. ഹായ് ജോർജ്. ഹായ് സണ്ണി. ഹായ് ആഷിഖ്. ഹായ് ജിത്തു. ഹായ് സണ്ണി. ഹായ് രതീഷ്. ഏതാ ഈ ദേവത? മിസ്റ്റർ കമൻഡർ ചോദിക്കുന്നു. ഹായ് സാദിഖ്. ഹായ് അജയ്. ഹായ് അശോകൻ. ഹായ് സോമരാജൻ. ഹായ് അശോക്. ഹായ്. നന്നായി പാടുന്നത്. ഒരു കാലത്ത് കോളിളക്കം സൃഷ്ടിച്ച പാട്ടാണല്ലേ സുന്ദരിയേവ. അന്നൊന്നും വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ. അത് കാരണം നമുക്ക് ഈ പാട്ട് എത്ര പ്രാവശ്യം ഒരു ദിവസം കേൾക്കും. എല്ലാവരും കേൾക്കുന്ന പാട്ടായിരുന്നു. സത്യം. ഒരു ദിവസം എല്ലാവർക്കും ഭയങ്കര, എപ്പോഴും നമ്മൾ കാണും ടി വിയിലും ഒക്കെ സുന്ദരിയേവ. അത് കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് അലിഞ്ഞു ചേർന്നൊരു പാട്ടാണ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ പോലെ യൂട്യൂബും ഇൻസ്റ്റയും ഫേസ്ബുക്കൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഒരു കാലം. അത് 90s കിഡ്സിനൊക്കെ അറിയാവൂ. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് അറിയത്തില്ല അതൊന്നും. ഹായ് അജയ് ഗോപി. ഞാനാ ചേച്ചി പറഞ്ഞ ആൽബം സോങ് പാടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. പിന്നെ വേറൊരു പാട്ടുണ്ട്, കുടജാദ്രിയിൽ. അതിൻ്റെ വേർഡ്സ് അറിയത്തില്ല, അത് പിന്നെ നമുക്ക് പാടാം. ഹായ് അബീഖ് സബി. താങ്ക് യു. ഹായ് രതീഷ് പറയുന്നത് ഇനി പാടല്ലേ എന്ന്. അത് രതീഷിന് പാട്ട് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടെന്ന് രതീഷിന് മനസ്സിലായില്ലേ? ചേച്ചി എവിടെയായിരുന്നു? ഞാൻ കാണാൻ കുറച്ചു ലേറ്റായി. ഹായ് ഷിനോജ്. ഹായ് സത്യ. ഹായ് ഉസ്മാൻ. ഹായ് സോമൻ. ഹായ് ബിനേഷ്. ഹായ് ജിട്ടു. കാണാൻ നോക്കിയിരിക്കുന്നവ ഉണ്ടാവരു പ്രത്യേകിച്ച്. ഹായ് അരുൺ. ഹായ് ശിവൻ. ഹായ് വിഷ്ണു. ഹായ് നിതിൻ. ഹായ് വിശാൽ. ഹായ് ഷിനോജ്. ഹായ് പ്രിൻസ്. ഹായ് ജിട്ടു. ഹായ് മാജിക്. ഹായ് നിശാന്ത്. ഹായ് ഇക്ബാൽ. ഹായ് പ്രിൻസ്. അടുത്ത വ്ളോഗ് ഇടാം എന്ന് പറഞ്ഞിട്ട് എവിടെ? ഹായ് അനന്തു. സമയം കിട്ടിയില്ല. ഹായ് ഇന്ത്യൻ വ്ളോഗർ. ഹായ് ഫസിൽ. ഹായ് സക്കീർ ഹുസൈൻ. സോമരാജൻ. രാജൻ അപ്പുക്കുടി. എനിക്കിഷ്ടപ്പെട്ട സോങ് ചേച്ചി ഇപ്പോൾ പാടിയത് സുന്ദരിയേവ. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ആ പാട്ട് സുന്ദരിയേവ. ഒരു കാലത്ത് എല്ലാവർക്കും എപ്പോഴും നമ്മൾ കേൾക്കുന്ന പാട്ടാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ഹായ് മുസ്തഫ മുത്തു. ഹായ് ജിട്ടു. ഹായ്. ഞാൻ ആൽബം സോങ് അടിച്ചപ്പോൾ ആദ്യം ഈ പാട്ടാണ് വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പാട്ട് പാടാമെന്ന്. ഹായ് ബാലചന്ദ്ര. ഹായ് ഓമൻ ഫോൺ. ഹായ് ഉസ്മാൻ. ഹായ് ബിനോയ്. ഹായ് മനു. ഹായ് ശ്രീജിത്ത് TS. ഹായ് ഒരു ഉമ്മ തരാമോ? എല്ലാവർക്കും ഉമ്മ. ഞാൻ എല്ലാ ദിവസവും തരാറുണ്ട് എല്ലാവർക്കും ഉമ്മ. അച്ചായൻ പോകുന്നു മുത്തേ. എല്ലാവരും പോവുകയാണോ? ചുമ്മാ കള്ളം പറയല്ലേ. 42 കണ്ടാ 42 ഒക്കെ പറയും. ചുമ്മാ എന്നെ കളിയാക്കുക.
വെറുതെ പറ്റിക്കാൻ പറയല്ലേ. ഹായിൻ്റെ ഹായ് ശ്രീരാഗ്, ഹായ് കുമാർ, പത്മ, ഹായ് മനു, ഹായ് ജിട്ടു, ഹായ് അശ്വന്ത്, ഹായ് സോഫി, ഹായ് മുജീബ് റഹ്മാൻ, ഹായ് ദാസൻ, ഹായ് ഇന്ത്യൻ ബ്ലോഗർ, ഹായ് എ ബി, താങ്ക് യു എ ബി, ഹായ് അശ്വന്ത്, ഹായ് ഉസ്മാൻ.